ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ ലൈവിൽ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്രൈസ്തവ ലോകത്ത് ഏറെ വാദ കോലാഹലങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള ഒരു പ്രത്യേക ദൈവശാസ്ത്ര വിഷയമാണ്. ഈ ദൈവശാസ്ത്ര വിഷയം എന്ന് പറയുന്നത് 1509 ജൂലൈ മാസം 10 ഫ്രാൻസിലെ നയോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച് 1564 മെയ് 27 54 വയസ്സിൽ മരിച്ച ഫ്രഞ്ച് തിയോളജനായിരുന്ന ജോൺ കാൽവിൻ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞന്റെ ദൈവശാസ്ത്ര വീക്ഷണത്തെക്കുറിച്ചാണ് ഒരു പഠന പരമ്പരയായി ഇവിടെ ഇത് പ്രസ്താവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൈസ്തവ ലോകത്ത് വിശേഷാൽ മനുഷ്യന്റെ ആത്മരക്ഷയുള്ള വിധത്തിൽ ജോൺ കാൽവിൻ മെനഞ്ഞെടുത്ത 5 അക്ഷരങ്ങൾ ഒതുങ്ങിയിരിക്കുന്ന ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശത്തിന്റെ പേര് ടുലീപ്പ് എന്നാണ്. TULIP. ടുലീപ്പ് എന്ന് പറയുന്ന ഈ ഉപദേശ വിഷയം ദൈവശാസ്ത്ര വിഹക വീക്ഷണത്തിൽ രക്ഷാപദ്ധതിയെ 2 ശ്രേണിയിലേക്ക് മാറ്റുകയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമനുസരിച്ച് ഈ ഉപദേശം ടോട്ടൽ ഡിപ്രൈവിറ്റി, അൺകണ്ടീഷണൽ ഇലക്ഷൻ, ലിമിറ്റഡ് അറ്റോൺമെന്റ്, ഇറസിസ്റ്റിബിൾ ഗ്രേസ്, പെർസിവറൻസ് ഓഫ് സെയിൻസ് എന്നിങ്ങനെയാണ് അദ്ദേഹം അതിനെ സംഗ്രഹമായി പറഞ്ഞിട്ടുള്ളത്. ദൈവം അനുവദിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ ടുലീപ്പ് എന്ന് പറയുന്ന ഈ ഉപദേശ വിഷയത്തിന്റെ സങ്കീർണതയെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ ചില ലൈവുകൾ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഈ ലൈവ് ചെയ്യുന്നത് നല്ല വചനം എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിന് വേണ്ടിയാണ്. കർത്താവ് അനുവദിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ ഈ പേജ് വഴിയായി ഈ വിഷയം സമഗ്രമായി ഒരു പഠനത്തിന് വിധേയമാക്കുന്നു. വിശേഷാൽ പെന്തക്കോസ്റ്റൽ ലോകത്ത് വേർപാട് സമൂഹത്തെക്കുറിച്ച് പരക്കെ അറിയപ്പെടുന്നത് കാൽവിനിസ്റ്റുകൾ എന്നാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു പേര് ബ്രദറുകാർക്കുള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ കാൽവിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽവിനിസ്റ്റ് തിയോളജി എന്താണെന്ന് അറിയാൻ വയ്യാത്ത പല ആളുകളും ബ്രദറൻ ആളുകളെ കാൽവിനിസ്റ്റുകൾ എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് വളരെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. ആ ബന്ധത്തിലാണ് ഇപ്പോൾ ഈ പഠനം ഇവിടെ സമാരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ടോട്ടൽ ഡിപ്രൈവിറ്റി, അതായത് സമ്പൂർണമായ അധപ്പതനം എന്നുള്ള വിഷയമാണ്. ടുലീപ്പിന്റെ ആദ്യത്തെ അക്ഷരം T ആണ്. ആ T സൂചിപ്പിക്കുന്നത് ടോട്ടൽ ഡിപ്രൈവിറ്റിയാണ്. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നു, ആദ്യ മാതാപിതാക്കളായ ആദം ഹവ്വമാർ പാപം ചെയ്തപ്പോൾ അവര് ചെയ്ത പാപത്തിന്റെ ഫലമായി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വീഴ്ച ഭവിച്ചവനായി തീർന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് വീഴ്ച ഭവിച്ചവനായ മനുഷ്യന് വാസ്തവത്തിൽ സംഭവിച്ചത് സമ്പൂർണമായി അവന് അധപ്പതിച്ചുപോയി. മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ദേഹി ആത്മാക്കൾ മുഴുവനായും പാപത്താൽ മലീമസമാക്കപ്പെട്ടിട്ട് അവന് നിത്യമായ ഒരു മരണത്തിലേക്ക് ആണ്ടുപോയി എന്നാണ്. അങ്ങനെ നിത്യമായ മരണത്തിലേക്ക് ആണ്ടുപോയ മനുഷ്യനെ ഒരിക്കലും സ്വയമായി ദൈവത്തെ അന്വേഷിക്കാനോ ദൈവത്തെ കണ്ടെത്താനോ ദൈവശബ്ദം കേൾക്കാനോ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കാനോ അല്ലെങ്കിൽ ദൈവ വചനത്താല് അല്ലെങ്കിൽ ഈ സുവിശേഷം കേട്ട് വീണ്ടും ജനിക്കാനോ അദ്ദേഹത്തിന് സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ മരിച്ച ആളിനെ ദൈവം തന്നെ എന്ത് ചെയ്യണം, തന്റെ സോവറൈനിൽ സർവാധികാരത്തിൽ ദൈവം അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാൽവിന്റെ പഠനശാഖയുടെ ആദ്യത്തെ പഠനശാഖയാണ്
ടോട്ടൽ ഡീപ്രൈവേറ്റി, അതായത് സമ്പൂർണ്ണ അധപ്പതനം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചു എന്ന് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ താൾ തന്നെ ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നുണ്ട്, തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും നിശ്ചയം. ആദാം ഹവ്വായാൽ കൊണ്ടുവരപ്പെട്ട് കൊടുക്കപ്പെട്ട ആ വൃക്ഷഫലം തിന്നുകയും പിന്നീട് നമ്മൾ വായിക്കുന്നത് 930 വർഷക്കാലം അദ്ദേഹം ജീവിച്ചിരിക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ആദാമിന്റെ മുഴുവൻ ആയുഷ്കാലം 930 സംവത്സരമായിരുന്നു. പിന്നെ എവിടെയാണ് ഈ ആദാം മരിച്ചു എന്ന് പറയുന്നത്? അവിടെയാണ് നമ്മൾ ഈ വിഷയം സമഗ്രമായി പഠിക്കേണ്ടത്. ആദാമിനുണ്ടായ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ മരണം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നതുകൊണ്ടാണ് പല ആളുകളും സമ്പൂർണമായി ആദാം മരിച്ചുപോയി, ദൈവം അവനെ എഴുന്നേൽപ്പിച്ചിട്ടല്ലാതെ അല്ലെങ്കിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചല്ലാതെ, അതും ദൈവത്തിന്റെ സോവറൈൻ വിൽ, സർവാധികാരികതയിൽ, ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ദൈവത്തിന്റെ സർവാധികാരികതയിൽ ദൈവം അവനെ എഴുന്നേൽപ്പിച്ചാൽ മാത്രമേ അവന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവൻ നിത്യ നരകാഗ്നിയിലേക്ക് പോകും എന്നുള്ള പഠിപ്പിക്കലാണ്. ഇവിടെയാണ് മരണത്തിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കേണ്ടത്. മരണമെന്ന് 3 അക്ഷരവും ഒരു അനുസ്വാരവുമായി മലയാള ഭാഷയിൽ പറയപ്പെട്ടിരിക്കുന്ന മരണമെന്ന വാക്കിന് വേർപാട് എന്ന അർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനുഷ്യന്റെ ആത്മാവ് അല്ലെങ്കിൽ ജീവൻ അവന്റെ ഭൗതിക ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയി കഴിയുമ്പോൾ ആ ശരീരം നിർജീവമായി ഭവിക്കുകയും മരണം സംഭവിച്ചുവെന്ന് നാം വിലയിരുത്തുകയും ചെയ്യും. അപ്പോൾ വാസ്തവത്തില് ആത്മാവും ദേഹിയും മനുഷ്യ ശരീരത്തെ വേർപെട്ടു പോയിട്ട് മനുഷ്യ ശരീരത്തിലുള്ള അവസ്ഥയാണ് മരണമെന്ന വാക്കുകൊണ്ട് സാധാരണയായി നാം വിവക്ഷിക്കുന്നത്. അപ്പോൾ ആദാം പാപം ചെയ്തപ്പോൾ മരിച്ചുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരിച്ചു. എങ്ങനെ മരിച്ചു എന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. കാൽവിനിസം പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാൽവിനിസ്റ്റുകൾ പറയുന്നത് മനുഷ്യൻ മൃതാവസ്ഥയിലേക്ക് പോയി, അവന് യാതൊന്നും അറിയത്തില്ല, ദൈവത്തെക്കുറിച്ച് അറിയത്തില്ല, ദൈവം ആരാണെന്ന് അറിയത്തില്ല, അവന് വീണ്ടും ജന്മം എന്താണെന്ന് അറിയത്തില്ല, പിന്നെ ഒരു നിത്യജീവന്റെ ആവശ്യകതയെക്കുറിച്ച് അവൻ അറിയത്തില്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചും അറിയാൻ കഴിയാത്ത സമ്പൂർണമായ ഒരു നിദ്രാവസ്ഥ അല്ലെങ്കിൽ ആ മരണാവസ്ഥയിലേക്ക് മനുഷ്യൻ പോയി എന്നാണ്. വാസ്തവത്തിൽ ആദാം പാപം ചെയ്ത ശേഷവും നമ്മൾ വായിക്കുന്നത്, ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവനിലെ ഭയമുണ്ടായി, ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാനുള്ള ഭയം അവനിലുണ്ടായി. അവൻ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആദാം ദൈവം തോട്ടത്തിലൂടെ നടക്കുമ്പോൾ ആദാമിനെ കാണാകിയാൽ, ആദമേ നീ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത്, ഞാനിവിടെ നിന്റെ കാലൊച്ച കേട്ട് ഭയപ്പെട്ടിട്ട് തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒളിച്ചിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, ആദാം പാപം ചെയ്തപ്പോൾ ആദാം സമ്പൂർണമായി മരിച്ചിട്ട് ഒന്നും അറിയാൻ വയ്യാത്ത ഒരു മൃതാവസ്ഥയിലേക്ക് ആദാം പോയെങ്കിൽ ദൈവത്തിന്റെ കാലൊച്ച കേൾക്കാൻ അവന് സാധിക്കത്തില്ല, ദൈവ ശബ്ദം കേൾക്കാൻ അവന് കഴിയുകയില്ല, ദൈവം ആദമേ നീ എവിടെയെന്ന് ചോദിക്കുന്ന ചോദ്യം ശ്രമിക്കാൻ അവന് സാധിക്കത്തില്ല, ദൈവത്തോട് പ്രതികരിക്കാൻ കഴിയുകയില്ല. കാൽവിൻ പറയുന്ന അനുസരിച്ച് നിശ്ചയമായും ഈ ദൈവത്തിന്റെ സോവറൈൻ വില്ലിൽ ഈ മനുഷ്യനെ ദൈവം വോളണ്ടറിയായിട്ട് ഉയർപ്പിക്കുകയാണ്. ഉയർപ്പിച്ചാൽ മാത്രമേ അവന് ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാനോ അറിയാനോ സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് കാൽവിനിസവും നമ്മുടെ ബൈബിൾ പറയപ്പെടുന്ന രക്ഷാശാസ്ത്രവും തമ്മിൽ വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. എന്താണ് ഈ കാൽവിനിസത്തിലെ അബദ്ധജടിലമായ ഉപദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വാസ്തവത്തിലൊരു കൾട്ടാണ്. ഞാൻ ഇതേക്കുറിച്ച് മുൻകാലങ്ങളിൽ ഫേസ്ബുക്ക് വഴിയൊക്കെ ധാരാളം എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിന് വചനാടിസ്ഥാനത്തിൽ മറുപടി പറയാൻ കഴിയാതെ ചില ആളുകൾ എന്നെ വ്യക്തിഗത ചെയ്യുകയും കടന്നാക്രമണം ചെയ്യുകയും ചെയ്തു. അതൊക്കെ സ്വാഭാവികമായി ഉള്ളതാണ്. കാര്യം, ഒരു വിഷയത്തെക്കുറിച്ച് തെറ്റായി പഠിച്ചു വെച്ചിരിക്കുന്ന ആളുകൾക്ക് ശരിയായ പഠനത്തെക്കാൾ വളരെ മോശപ്പെട്ട നിലയിലുള്ള ഒരു ഇമ്പാക്റ്റ് അവരിലുണ്ടാവുകയും അത് സമർത്ഥിക്കാനായിട്ട് അവർ ശ്രമിക്കുകയും അത് ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുന്ന സമയത്ത് സത്യം പറയുന്ന ആളുകളെ സാധാരണയായി ആക്രമിക്കുകയും ചെയ്യാറുണ്ട്. കാൽവിന്റെ തിയറി അനുസരിച്ച് മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന്റെ ദേഹി ആത്മാവ് അത് സമ്പൂർണമായി അധപ്പതിച്ചു.
അവന് മരണാവസ്ഥയിലേക്ക് പ്രവേശിച്ചു. ഇനി അവന് യാതൊരു കാര്യങ്ങളെക്കുറിച്ചും അറിയുകയില്ല. എന്നാൽ വേദപുസ്തകത്തിൽ അങ്ങനെയല്ല ഞാൻ വായിക്കുന്നത്. ആദാം പാപം ചെയ്ത ശേഷവും അവന്റെ മനസ്സാക്ഷി അവന് ഉണ്ടായിരുന്നു. ആദാം പാപം ചെയ്ത ശേഷവും അവന്റെ ബോധമനസ്സും ഉപബോധ മനസ്സും അവനിൽ പ്രവർത്തന നിരതമായിരുന്നു. ആദാം പാപം ചെയ്ത ശേഷവും അവന്റെ കണ്ണുകൾ കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും അത് കരങ്ങൾ കൊണ്ട് സ്പർശിക്കുകയും ത്വക്കുകൊണ്ട് സ്പർശനം മനസ്സിലാക്കാൻ കഴിയുകയും ഭേദാഭേദങ്ങളെ ചിന്തിക്കാൻ അവന് സാധിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ വാസ്തവത്തിൽ എന്താണ് ഈ ആദാമിന് സംഭവിച്ചത് എന്നുള്ളത് തിരുവെഴുത്തിന്റെ അടിസ്ഥാനം നമ്മൾ പഠിക്കണം. ബൈബിൾ പറയുന്നത് ആദാം വൃക്ഷഫലം തിന്നപ്പോൾ മരിച്ചു. എന്ത് സംഭവിച്ചു? അവന് വേർപെട്ടുപോയി. ആരിൽ നിന്ന് വേർപെട്ടു? തന്റെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന്, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് അവൻ വേർപെട്ടുപോയി. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവൻ ഇനി തോട്ടത്തിനകത്ത് ജീവിച്ചിരുന്നിട്ട് ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന് യഹോവയായ ദൈവം മനുഷ്യനെ എടുത്ത നിലത്ത് ജോലി ചെയ്യേണ്ടതിന് അവനെ തോട്ടത്തിന്റെ പുറത്താക്കി ന്യായവിധിര കെരൂബുകളെ വാളിന്റെ ജ്വാലയുമായി നിർത്തി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ അവിടെ സംഭവിച്ചതെന്നാണ് ഞാൻ പറയാം. ഡെത്ത് എന്ന വാക്കിന്റെ എസൻഷ്യൽ മീനിങ് സെപ്പറേഷൻ എന്നാണ്, വേർപാട് എന്നാണ്. അതിനാണ് ആദ്യം ഞാൻ പറഞ്ഞത്, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നിന്ന് ശരീരത്തെ പ്രവർത്തനോന്മുഖമാക്കുന്ന ജീവനും ആത്മാവും അത് ശരീരത്തെ വിട്ട് വേർപെട്ട് കഴിയുമ്പോൾ ശരീരം മൃതാവസ്ഥയിലായി പിന്നെ അതിന് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ആദാം ദൈവസനിൽ മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ആദാമിന്റെ അകത്ത് ദൈവം തമ്പുരാൻ നൽകിയിരുന്ന ആത്മാവ്, ആ ആത്മാവിന് ദൈവത്തോടുള്ള സഹിത്വവും ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധവും നഷ്ടപ്പെട്ടിട്ട് ദൈവത്തിൽ നിന്ന് അവൻ അകന്നുപോയി. ഇതിനെയാണ് പാപത്താൽ ഉണ്ടായ വീഴ്ചയാൽ സംഭവിച്ച മരണം എന്ന് പറയുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ജീവിപ്പിച്ചു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഈ ആശയമാണ്. സുബോധമില്ലാത്തവനായും വിവേകമില്ലാത്തവനായും ഭേദാഭേദങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തവനായും ദൈവവചനമോ സുവിശേഷ ശബ്ദമോ കർത്താവിനെ കുറിച്ചോ കേൾക്കാൻ കഴിയാത്തവനായും അവന് മരിച്ചു കിടക്കുകയായിരുന്നു. ദൈവം അവനിലേക്ക് തന്റെ ജീവനെ സ്വമേധയായി ഇഞ്ചക്ട് ചെയ്ത് അവനെ എഴുന്നേൽപ്പിച്ചു എന്നല്ല ദൈവവചനം പറയുന്നത്. കാൽവിൻ പറയുന്നത് അങ്ങനെയാണ്. ഇതിനെയാണ് അബദ്ധജടിലമായ ഉപദേശമെന്ന് സാധാരണയായി പറയുന്നത്. ഈ അൾട്രാ കാൽവിനിസം ഇസ് എ കൾട്ട്. ഇത് ഒരു ദുരുപദേശമാണ്, ഒരു വിപരീത ഉപദേശമാണ്. ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഏദൻ പർദീസയിൽ ദൈവത്തോടുള്ള നിത്യമായ സംസർഗം ആദാമിനുണ്ടായിരുന്നു. അത് ആദാമിനും ഹവ്വായ്ക്കും ഉണ്ടായിരുന്നു. എന്നാൽ വൃക്ഷഫലം തിന്നുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായി ദൈവവചനം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞെങ്ങനെയാണ്? ആദാമിന് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അനുഭവം ഉണ്ടായി. 2, ആദാമിന് ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് വലിയ ഭയമുണ്ടായി. 3, ആദാമിന് ദൈവത്തോടുണ്ടായിരുന്ന കൂട്ടായ്മ ബന്ധം അല്ലെങ്കിൽ സഹിത്വം അതില്ലാതെയായി. ആദാം തോട്ടത്തിന്റെ പുറത്തേക്ക് മാറ്റപ്പെട്ടു. ഇതിനെയാണ് സമ്പൂർണമായ വേർപാട് എന്ന് പറയുന്നത്. അതായത് ദൈവ സാന്നിധ്യത്തെയും ദൈവത്തോടുള്ള കൂട്ടായ്മയെയും ദൈവത്തോടുള്ള സഹിത്വത്തെയും ആസ്വദിച്ചു വന്ന ഈ തോട്ടത്തിന്റെ നടുവിൽ അവനായിരുന്ന ആ അവസ്ഥയിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? അവന് വേർപെട്ടു പോയി. ഇനി ഒരു വാക്കുകൂടെ ഞാൻ പറയാം. അവനെ നിത്യജീവന്റെ അവകാശിയായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അവൻ തോട്ടത്തിലെ വൃക്ഷഫലത്തിലേക്ക് കൈനീട്ടി ആ വൃക്ഷഫലം പറിച്ച് അത് തിന്നാതിരുന്നെങ്കിൽ സ്വാഭാവികമായും ആദാമിന് മരണാവസ്ഥയില്ലാതെ അല്ലെങ്കിൽ വേർപാടിന്റെ അനുഭവം ഇല്ലാതെ ദൈവത്തിന്റെ ജീവനിൽ ഏദൻ തോട്ടത്തിൽ നിത്യം വാഴാമായിരുന്നു. അങ്ങനെ പ്രകൃതിയിലാണ് ദൈവനെ സൃഷ്ടിച്ചത്. എന്നാൽ അവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവനിൽ ദൈവം നൽകുന്ന നിത്യജീവ സ്വഭാവം അത് മരണപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിത്യജീവൻ അവനിൽ നിന്ന് വേർപെട്ടു. അവൻ കേവലം ജീവനുള്ള ഒരു വ്യക്തിയായി മാറി. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, അവന് സുബോധമുണ്ട്, വിവേകമുണ്ട്. ദൈവം തോട്ടത്തിൽ നിന്ന് അവനെ പുറത്താക്കിയതിന്റെ കാരണം എന്താണെന്ന് അവനറിയാം. അവന് ദൈവസ്ഥാനത്തെക്കുറിച്ചുള്ള ഭയം അവനെ ഭരിക്കുന്നുണ്ട്. അവന്റെ മനസ്സാക്ഷിയിൽ ആഴമേറിയ കുറ്റബോധമുണ്ട്. ദൈവം അവന് നൽകിയ ശിക്ഷ എന്താണെന്നുള്ളത് ആദാമിന് വ്യക്തമായി അറിയാമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ മനസ്സാക്ഷിയിലും അറിവിലും വ്യക്തമായ നിലയിൽ ആദാമിന് ബോധമുള്ളപ്പോൾ തന്നെയാണ് ആദാമിനെ തോട്ടത്തിൽ പുറത്താക്കുന്നത്. അപ്പൊ ദൈവത്തെങ്കിലേക്ക് ഇനി മടങ്ങി വരുവാൻ ആദാമിന് സാധിക്കാത്തൊരവസ്ഥ സംജാതമായി. പ്രിയമുള്ളവരെ, ഇതിനെയാണ് ആത്മമരണം എന്ന് പറയുന്നത്. അല്ലാതെ ആത്മാവിന് ഒന്നും അറിയാൻ വയ്യാത്ത നിതാന്തമായ നിദ്രാവസ്ഥയിലേക്ക് പോയി എന്നല്ല അതിന്റെ അർത്ഥം.
അത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാൽവിന്റെ ഈ ഫ്രഞ്ച് തിയോളജിയനായിരുന്ന ഈ കാൽവിന്റെ വാസ്തവത്തില് അദ്ദേഹം കരിപ്പിടിപ്പിച്ച ഈ വ്യാജമായിരിക്കുന്ന ദൈവശാസ്ത്രം, രക്ഷാശാസ്ത്രം, അത് മനുഷ്യഹൃദയങ്ങളെ പിടിച്ചടക്കാൻ വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ ഈ വിപരീതോപദേശം അത് സമർത്ഥിക്കാനായിട്ടാണ് ആളുകൾ ദൈവത്തിന്റെ സോവറൈറ്റിയിൽ ദൈവം മനുഷ്യനെ തന്റെ ജീവൻ അവനിലേക്ക് സന്നിവേശിപ്പിച്ചിട്ട് അവനെ ഉയർപ്പിച്ചിട്ടല്ലാതെ അവന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള ഉപദേശ വിഷയവുമായി രംഗപ്രവേശം ചെയ്തത്. ഇവിടെ സംഭവിച്ചെന്താണ് ഞങ്ങൾ പറയാം. മനുഷ്യൻ പാപം ചെയ്ത ശേഷവും ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള ഒരു ചെറിയ ആഗ്രഹം, ഈ ഒരല്പമായ ആഗ്രഹമെങ്കിലും മനുഷ്യനുണ്ടായിരുന്നു. അതിന്റെ തെളിവ് ഞാൻ നിങ്ങളോട് പറയാം. അതായത് റോമാലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, ജാതികളും ദൈവവും എന്ന് പറയുന്ന വിഷയസജ്ഞ അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ പ്രപഞ്ചത്തിന് വെളിവായി വരുന്നു. അവർക്ക് പ്രതിവാദമൊന്നും പറയുവാൻ ഇല്ലാതെ ഇരിക്കേണ്ടതിന് തന്നെ. ആ വാക്യാംശം ശരിയായി വായിച്ചു പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ടുലീപ്പിനകത്ത് ടോട്ടൽ ഡിപ്രൈവിറ്റിക്കകത്ത് വിവക്ഷിക്കുന്ന ആശയത്തിലെ വിപരീതോപദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. വാസ്തവത്തില് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, അതായത് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടത് എന്താണ്? ദൈവത്തിന്റെ നിത്യജീവൻ അവനിൽ നിന്ന് മാറിയിട്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വന്നു. അതിനെയാണ് മരണം എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ അതിനെ മരണമെന്ന് നാം സ്ഥിരീകരിക്കുന്ന പോലെ ദൈവത്തിന്റെ നിത്യജീവനിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നതിനെയാണ് ആത്മമരണം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ആത്മമരണം അത് ആദാമിന് സംഭവിച്ചു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുന്ന വിഷയം, ആദാം ദൈവസന്നയിൽ നിന്ന് തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആദാമിന് തന്നെ അറിയാം അവൻ ചെയ്ത അബദ്ധത്തിന്റെ അല്ലെങ്കിൽ അവൻ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് ദൈവ സഹിത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധത്തിൽ നിന്ന് ഇപ്പോൾ ആദാം അകന്നു പോകുവാൻ കാരണമായി തീർന്നത് എന്ന്. അതുകൊണ്ട് യഹോവയായ ദൈവം തന്നെ അവന് തുകലുകൊണ്ട് വസ്ത്രമുണ്ടാക്കി അവന്റെ നഗ്നതയെ മറച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. കാരണം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ നന്മ തിന്മകളെക്കുറിച്ച് അറിവുള്ളവരായി മാറി. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണല്ലോ ദൈവം പറഞ്ഞത്, ഇനിയും മനുഷ്യൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ തിന്നിട്ട് എന്നേക്കും മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയായ ദൈവം അവനെ തോട്ടത്തിന് പുറത്താക്കി കളഞ്ഞു എന്ന് വായിക്കുന്നു. അപ്പോൾ വാസ്തവത്തില് ദൈവം ഏദൻ തോട്ടത്തിൽ നടക്കുമ്പോൾ പാപം ചെയ്തു പോയ ആദാമിന് വാസ്തവത്തില് ഈ കാൽവിൻ പറയുന്ന ദൈവശാസ്ത്രം അനുസരിച്ചാണെങ്കിൽ ആദാം അപ്പോഴേ സമ്പൂർണമായി മരിച്ചുപോയി. പിന്നെ അവന് ദൈവത്തിന്റെ കാലൊച്ചയും കേൾക്കാൻ പറ്റുകയില്ല, ദൈവ ശബ്ദവും കേൾക്കാൻ പറ്റുകയില്ല, ദൈവം തോട്ടത്തിൽ വരുന്നത് അറിയാൻ പറ്റുകയില്ല, ദൈവ സംസർഗത്തെക്കുറിച്ച് യാതൊരു ബോധാവസ്ഥയും അവനില്ലാതെ വരണം. പക്ഷെ അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. ആദാം പാപം ചെയ്ത ശേഷവും ദൈവത്തിന്റെ കാലൊച്ച അവന് കേൾക്കാമായിരുന്നു, ദൈവം സംസാരിക്കുന്ന അവന് ശ്രവിക്കാമായിരുന്നു, ദൈവം ചോദിച്ച ചോദ്യം അവന് കേൾക്കാമായിരുന്നു, ആ ചോദ്യത്തോട് പ്രതികരിക്കാൻ അവന് സാധിക്കുമായിരുന്നു. അപ്പൊ എന്താണ് ഇവിടെ സംഭവിച്ചത്? അവിടെ സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം നാം വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതിന് ഇംഗ്ലീഷ് ഭാഷാന്തരത്തില് നാം ഇങ്ങനെ വായിക്കുന്നു, ഫോർ ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇതിന് ഞാനൊരു ദൃഷ്ടാന്തം പറഞ്ഞു. അപ്പൊ ചില പരിഹാസികൾ എന്നെ പരിഹസിച്ചു, ഇനിയും പരിഹാസികൾ പരിഹസിക്കുകയും എനിക്കെതിരായിട്ട് സമഗ്രമായി എഴുതുകയും ചെയ്യും. അവരെഴുതട്ടെ. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. ഞാൻ പറയുന്ന പോലെ തന്നെ എതിരാളികൾക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഞാനിരിക്കുന്നത് ഒരു വഴിയോരത്താണ്. വഴിയോരത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് വേറൊരു ഒരു ആളിനെ കാണാൻ പോയിട്ട് കുടുംബമായിട്ട് ഞാൻ മടങ്ങി വരുന്ന സമയത്ത് വഴിയോരത്ത് ഞാനിരുന്നത് ചെയ്യുകയാണ്. അപ്പൊ വഴിയോരത്ത് ഞാനിത് ചെയ്യുമ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേയിലത്തോട്ടമാണ്. അപ്പൊ ഇനി കാണുന്ന ചില ആൾക്കാർ പറയും, ഭാര്യയും ഭർത്താവും കൂടെ ഉല്ലാസയാത്രയ്ക്ക് പോയപ്പോൾ അവിടെ വെച്ച് ഈ ദൈവമക്കളെ അല്ലെങ്കിൽ വിശ്വാസികളെ കളിപ്പിക്കാൻ വേണ്ടി സുവിശേഷ വേലയാണെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തതാണ് എന്ന് വേണേ പറയാം. അത് ദൈവം അറിയുന്നുണ്ടല്ലോ. ഞാൻ ഉല്ലാസയാത്രയ്ക്കൊന്നും വന്നതല്ല, ഒരു വിധവയായ സഹോദരിയും കുടുംബത്തെയും കാണാൻ ഞാനും ഭാര്യയും കൂടെ വന്നതാണ്. അപ്പൊ ഞങ്ങള് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നതുകൊണ്ട് ഞാനിവിടെ നടുവിലായി സ്റ്റാൻഡ് നിർത്തി ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആദാം വാസ്തവത്തില്
ഈ ദൈവസനയില് ആദാമിന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെ റോഡിന്റെ നേരെ മുൻവഴി 11 കെവിയുടെ ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്തിട്ടുണ്ട്. 11 കെവിയുടെ ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്യുമ്പോൾ ആ 11 കെവിയിൽ നിന്ന് അതിന്റെ താഴെ ഈ വീടുകളിലേക്കുള്ള സാധാരണ 210 വോൾട്ടിന്റെ ലൈനും കടന്നു പോകുന്നുണ്ട്. നമ്മുടെ വീടുകളിലേക്ക് ഇവിടെ ഇന്ത്യയിൽ 210 വോൾട്ടും യൂറോപ്പിലും അമേരിക്കൻ രാജ്യങ്ങളിൽ അതിന്റെ നേരെ പകുതി 110 വോൾട്ടുമാണ് അവിടുത്തെ ഈ ഇലക്ട്രിസിറ്റി സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ 210 വോൾട്ടുള്ള ഈ ഇലക്ട്രിക് പവർ ലൈനിൽ നിന്നാണ് നമ്മുടെ വീടുകളിലേക്ക് കണക്ഷൻ നൽകിയിട്ടുള്ളത്. നമ്മുടെ വീടുകളിലിരിക്കുന്ന ഉപകരണങ്ങളാകുന്ന വാഷിംഗ് മെഷീന്, അതുപോലെ തന്നെ അയൺ ബോക്സ്, ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ, ഇവ സാധനങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ഇലക്ട്രിക്കൽ പവർ കൊണ്ടാണ്. പക്ഷെ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ ഉപകരണങ്ങളും ആ ഇലക്ട്രിസിറ്റിയുടെ ഇത്ര ആംബിയർ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്കാകൂ എന്ന് അവർ നിയമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ പാരറ്റസ് ഒക്കെ ഉണ്ടാക്കി വിട്ടിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ എന്റെ ബാല്യകാലത്തൊക്കെ ഞാൻ ജീവിച്ചിരുന്ന ഗ്രാമപ്രദേശത്ത് ഇലക്ട്രിസിറ്റി വളരെ പരിമിതമായിരുന്നു. ആ നാളുകളിൽ ഞങ്ങളുടെ അവിടെ ലൈൻ വലിച്ചു തുടങ്ങിയിട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വഴിയോരത്തുള്ള ഇലക്ട്രിക് പോസ്റ്റുകളിൽ ഒരു വലിയ കഴുത്തുള്ള ഒരു വഴിവിളക്കുണ്ട്. അതിന്റെ അഗ്രത്ത് ഒരു ബൾബും കാണും. അപ്പൊ വൈകിട്ട് ഒരു 7 മണി ആയി കഴിയുമ്പോൾ ഈ ബൾബ് കത്തി നിൽക്കുന്നത് കഴിഞ്ഞാൽ മിന്നാമിനിങ്ങയുടെ വെട്ടം അതിനേക്കാൾ മെച്ചമാണ്. അതുപോലെ ഈ ഫിലമെന്റ് ഇങ്ങനെ ചുമന്ന് നിൽക്കുന്ന കാണാം. ആ ബൾബ് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. എന്ന് പറഞ്ഞാൽ ആ ബൾബിന്റെ പ്രകാശം കൊണ്ട് ആർക്കും ആ വഴിയെ നടന്നു പോകാൻ പറ്റുകയില്ല. നടന്നു പോകണമെങ്കിൽ ചൂട്ടുകറ്റിയോ അല്ലെങ്കിൽ ടോർച്ചോ ഒക്കെ കൈ വേണം. എന്നാൽ ഇലക്ട്രിസിറ്റി കൊണ്ട് ഈ ബൾബ് കത്തി നിൽപ്പുണ്ട്. ഇതാണ് വാസ്തവത്തിൽ ആദാം പാപം ചെയ്തപ്പോൾ അവന് സംഭവിച്ചത്. എന്താണ് സംഭവിച്ചത്? അവനിൽ ദൈവ തേജസ് ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ പ്രകാശം അവനിൽ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ വായിക്കുന്നത് ആ പ്രകാശം ഇറ്റ് ഹാഡ് കം ഷോർട്ട്, അത് ഏറ്റവും താണ നിലവാരത്തിലേക്ക് വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനല്ലാതെ മറ്റാർക്കും അവനെ പ്രകാശിപ്പിക്കാൻ കഴിയാത്ത നിലയിൽ, അല്ലെങ്കിൽ അവനെ ശരിയായ നിലയിൽ വെളിച്ചം കാണേണ്ട നിലയിൽ അവനെ കാണിച്ചു കൊടുക്കാൻ ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റാരെയും കൊണ്ടും കഴിയാത്ത നിലയിൽ സ്വയമായി ഒരു വെളിച്ചം അവനിൽ ഉണ്ടാക്കുവാൻ അവന് കഴിയാത്ത അവസ്ഥയിലേക്ക് അവനുള്ള പ്രകാശം അത് താണുപോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. അതാണ് ഫോർ ഓൾ ഹാവ് സിൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായിട്ടുണ്ട്. അപ്പൊ ദൈവതേജസ് സമ്പൂർണമായി നഷ്ടപ്പെട്ടു പോകുകയല്ല, ദൈവതേജസ് മോഡായി എന്ന് പറഞ്ഞാൽ അത് മങ്ങിപ്പോയി എന്നതിന്റെ അർത്ഥം. അവനുണ്ടായിരുന്ന ദൈവതേജസ് ദൈവം യാതൊരു ഉദ്ദേശത്തോടുകൂടി അവന് നൽകുകയോ ആ ഉദ്ദേശ സാക്ഷാത്കാരണത്തെ ഉപയുക്തമാകാത്ത നിലയിലേക്ക്, അല്ലെങ്കിൽ ഉപയോഗപ്പെടാൻ കഴിയാത്ത നിലയിലേക്ക് അത് താണുപോയി. ഇതിനെയാണ് പാപത്താൽ മനുഷ്യന് വീഴ്ച ഭവിച്ചു എന്ന് പറയുന്നു. ഇതിനെ ദൃഷ്ടാന്തീകരിക്കാൻ ഷെയ്ഫർ എന്ന് പറയുന്ന ദൈവദാസൻ അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: വൺ കനോട്ട് ലിഫ്റ്റ് ഹിംസെൽഫ് അപ്പ് ഫ്രം ദ ചെയർ വേർ ഈസ് സീറ്റഡ്. അതായത് ഒരുവൻ ഇരിക്കുന്ന ചെയറിൽ നിന്ന് അവന് തന്നെത്താൻ ആ ചെയറോടുകൂടി അവനെ ഉയർത്താൻ കഴിയുകയില്ല. സംബഡി എൽസ് ഹാസ് ടു ലിഫ്റ്റ് ഹിം അപ്പ്. വേറെ ആരെങ്കിലും അവനെ എന്ത് ചെയ്യണം? ഈ ചെയറോട് ഉയർത്തണം. അവന് തന്നെത്താൻ താൻ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ ചെയറോട് ഉയരാൻ സാധിക്കുകയില്ല. ഇതാണ് പാപം മനുഷ്യൽ വെച്ച അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ആദാം പാപം ചെയ്തപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം ഇതാണ്. അതായത് ആദാം ദൈവത്തിന്റെ ഫെലോഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് വേർപെട്ടു. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് വേർപെട്ടപ്പോൾ അവന് ജീവനുള്ളവനാണ് അപ്പോഴും, പക്ഷെ നിത്യജീവൻ ഇല്ലാത്തവനായി തീർന്നു. കാര്യം നിത്യജീവനുള്ളവനായി ജീവിക്കാനാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പൊ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നിത്യജീവൻ നഷ്ടപ്പെടുകയും ശരീരത്തിലെയും ദേഹിയിലെയും ജീവൻ അവശേഷിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? ദൈവം അവന്റെ പാപാവസ്ഥയിൽ നിന്ന് അവനെ ഉയർപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു. അതാണ് എഫേസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്: അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഞാനിവിടെ സ്വാഭാവികമായിട്ട് ചോദിക്കാം, ഷെയ്ഫർ എന്ന് പറയുന്ന ദൈവദാസൻ അദ്ദേഹത്തിന്റെ സിസ്റ്റമാറ്റിക് തിയോളജിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ലോകത്തിലെ എല്ലാ മനുഷ്യരും ജനിക്കുന്നത് ഈശ്വര വിശ്വാസത്തോടു കൂടിയാണ്. അതായത് ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിന്റെ കണികയോടുകൂടിയാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞു, ദ നോളജ് ഓഫ് ഗോഡ് ഈസ് ഇന്നേറ്റ് ടു ഹ്യൂമൻ മൈൻഡ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മനുഷ്യരെ ജന്മസിദ്ധമായി ലഭിച്ച ഒന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞ ദൃഷ്ടാന്തം എങ്ങനെയാണ്? ഒരു പിതാവ് തനിക്കുണ്ടായ മകനെ ദൈവവിശ്വാസി ആകരുത് എന്നാഗ്രഹിച്ച് അവൻ ഒരിക്കലും ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയോ
ഒരു ദൈവത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുകയോ ഒരു ദൈവത്തിൽ വിശ്വസിക്കുകയോ ചെയ്യാതിരിക്കണത്. അവൻ ജനിച്ച് വളരെ പൈതൽ പ്രായമാകുമ്പോൾ തന്നെ അവനെ കൂട്ടിക്കൊണ്ട് ഒരു കാട്ടിൽ, വലിയ കാട്ടിൽ, വനത്തിൽ ചെന്നു. വനത്തിൽ ചെന്ന് ആ വനത്തിൽ അവനെ പുറം ലോകം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടെന്ന് ഒരിക്കലും അറിയാൻ വയ്യാത്ത ഒരു കാട്ടില്, ഒരു വനത്തില് ഈ ബാലൻ വളരാനായിട്ട് അവനെ അനുവദിച്ചു. ആ ബാലൻ കുറച്ചു കാലം ഇങ്ങനെ വളർന്നു വന്നു. ഈ പിതാവ് അവനോട് തന്നെ അവിടെ വസിക്കുന്നുണ്ട്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഈ പിതാവ് നോക്കിയപ്പോൾ അവൻ ഏതോ ഒരു കൽക്കഷ്ണമോ ഒരു മരക്കഷ്ണമോ എടുത്തു വെച്ചിട്ട് അതിന്റെ മുമ്പാകെ അവൻ കൈകൂപ്പി നിന്ന് എന്തോ മൗനമായി പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവനോട് ചോദിച്ചു, എന്താണ് ചെയ്യുന്നത്? അവൻ പറയാണ്, ഈ കാണുന്ന വനത്തെയും ഇതിൽപ്പെട്ട ലതാദികളെയും സുന്ദരമാകുന്ന ഈ അന്തരീക്ഷത്തെ എല്ലാം സൃഷ്ടിച്ച ഏതോ ഒരു അപൂർവ ശക്തിയുണ്ട്, ആ ശക്തിയെയാണ് ഞാൻ നമസ്കരിക്കുന്നതെന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് നിരീശ്വരവാദം മനുഷ്യരിലേക്ക് ഇൻഡ്യൂസ് ചെയ്ത ഒന്നാണ്. എല്ലാ മനുഷ്യരിലും ജനിക്കുമ്പോൾ തന്നെ ഈശ്വരനിലേക്കുള്ളൊരു വാസന അവനുണ്ട്. ഇല്ലെങ്കിൽ അവന് ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സാധിക്കുകയില്ല. ഇന്ന് ഈ കാൽവിന്റെ ഉപദേശപ്രകാരമാണെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിന് വെളിയിലുള്ള ഇസ്ലാമിക വിശ്വാസം, ഹൈന്ദവ വിശ്വാസം, ജൈന വിശ്വാസം, ബൗദ്ധ വിശ്വാസം, അതുപോലെ സ്വരദൃഷ്ട വിശ്വാസം, ഇങ്ങനെയുള്ള ഒരുപാട് വിശ്വാസമുണ്ടല്ലോ. ഈ പറയപ്പെട്ട എല്ലാ ആളുകളും ഒരു നിലയിൽ അല്ലെങ്കിൽ വേറെ നിലയിൽ ഈശ്വരനിലേക്ക് നടന്നെടുക്കാനായിട്ടുള്ള അവരുടെ പരിശ്രമമാണ്. അവരുടെ പൂജാ കർമ്മങ്ങള്, അതുപോലെ അവരുടെ വിഗ്രഹാരാധനകള്, അവരുടെ പുണ്യതീർത്ഥങ്ങള്, അവരുടെ തീർത്ഥാടനങ്ങള്, ഇതെല്ലാം അതിലേക്ക് വെല്ലു ചൂടുന്ന കാര്യങ്ങളാണ്. കാരണം ഏതെങ്കിലും നിലയിൽ ഈശ്വരനിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ള അതിയായ ഒരു വാഞ്ച ഏത് മനുഷ്യന്റെയും ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടല്ല ചിലർ നേർച്ച കാഴ്ചകൾ കഴിക്കുന്നു, വേറെ ചിലർ വേളാങ്കണ്ണിയിൽ പോകുന്നു, മറ്റു ചിലർ മലയാറ്റൂർ പോകുന്നു, കുറെ പേർ ശബരിമലയിൽ പോകുന്നു, വേറെ ചിലർ മക്കയും മദീനയും സന്ദർശിക്കുന്നു. അതിന്റെ ഒക്കെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ഇപ്പോഴും അവന്റെ പാപത്താൽ താഴ്ച ഭവിച്ച അവരുടെ ഹൃദയത്തിനകത്തുണ്ട്. അവന്റെ മനസ്സാക്ഷിയിൽ അവൻ കുറ്റക്കാരനാണെന്നും ദൈവം പരിശുദ്ധനാണെന്നും അവൻ പാപിയാണെന്നും ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണമെന്നും ഒരു ആഗ്രഹമുണ്ട്. അല്ലാതായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം ഈ പറയപ്പെട്ട ലോകത്തിലെ സകല മനുഷ്യരെയും എല്ലാവരെയും കാൽവിൻ പറയുന്ന പോലെ സമ്പൂർണമായി മരിച്ച് യാതൊരു വിവരവുമില്ലാത്ത അവസ്ഥയിലായിപ്പോയ മനുഷ്യനെല്ലാം ദൈവം സ്വമേധയായി എന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് രക്ഷിക്കപ്പെടുന്നു. അങ്ങനെയാണോ വേദപുസ്തകം പറയുന്നത്? അങ്ങനെയല്ലോ പറയുന്നത്. റോമാലേഖനം 6:23 അപ്പോസ്തലൻ പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അപ്പൊ പാപത്തിന്റെ ശമ്പളം മരണമത്രേ പറഞ്ഞാൽ പാപത്തിന്റെ ശമ്പളം വേർപാടാണ്. എന്താണ് ഈ വേർപാട്? ദൈവത്തിന്റെ നിത്യജീവൻ എന്നുള്ള സമ്പൂർണമായ വേർപാട്. അതിന് നമ്മുടെ ഇവിടെ നാട്ടില് ഈ ഹൈന്ദവ സ്നേഹിതര്, അവര് വാസ്തവത്തില് ഞങ്ങളുടെയൊക്കെ അയൽവക്കത്തുണ്ടായിരുന്ന ഹൈന്ദവ സ്നേഹിതർ അവരുടെ ഈ ഭജനയ്ക്ക് അല്ലെങ്കിൽ സന്ധ്യ പ്രാർത്ഥനയ്ക്ക് നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലുന്ന ഒരു ശ്ലോകം ഞാൻ കേട്ടിട്ടുണ്ട്. ആ ശ്ലോകം പൂർണ്ണമായി എന്റെ ഓർമ്മയില്ല. അത് അവർ പാടിങ്ങനെ, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായോരിണ്ടൽ ബദമുണ്ടാവതല്ല മമ. ശ്രദ്ധിക്കണം, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായോരു ഇണ്ടൽ ബദമുണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ എന്നിലെന്നും ഉണ്ടായിടണം ഹരിനാരായണായ നമ. അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം എന്നറിയാമോ? പണ്ട് ജീവാത്മാവും പരമാത്മാവും ഒന്നായിരുന്നു. അതായത് ദൈവവും മനുഷ്യരും തമ്മില് വളരെ അടുപ്പമായിരുന്നു. അവർ തമ്മിലെ വളരെ സഹിത്വത്തിലായിരുന്നു, അവർ തമ്മിലെ സ്നേഹത്തിലായിരുന്നു, അവർ തമ്മിലെ നല്ല കൂട്ടായ്മയിലായിരുന്നു. എന്നാൽ ഒന്നായിരുന്ന നിന്നെ രണ്ട്, മനുഷ്യനും ദൈവവും അവർ രണ്ടായി മാറി. യഹോവയായ ദൈവം മനുഷ്യനെ തോട്ടത്തിന് പുറത്താക്കി. ദൈവം എന്ത് ചെയ്തു? ദൈവം തോട്ടത്തിനകത്തും മനുഷ്യൻ തോട്ടത്തിന് പുറത്തും. മനുഷ്യൻ തോട്ടത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ന്യായവിധ കെറുവുകളെ വാളിന്റെ ജ്വാലയുമായി നിർത്തി. അപ്പൊ രണ്ടെന്ന് കണ്ടതിനാൽ ഉണ്ടായ ഇണ്ടൽ അത് മുഖാന്തരമുണ്ടായ ദുഃഖം അത് വിവരിക്കാൻ കഴിയുകയില്ല. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്, പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ എന്നിൽ എന്നും ഉണ്ടായിടണം ഹരി നാരായണായ നമ. പ്രിയമുള്ളവരെ, പണ്ടത്തെ പോലെ ഞാൻ ഇനിയും ഈശ്വരനും ഞാനും ഒരേ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ഒരേ കൂട്ടായ്മയിലേക്ക്, ഒരേ ബന്ധത്തിലേക്ക്, ഒരേ ജീവനിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ കൃപയുടെ ആവലി, അതായത് വേലിയേറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് സാധിക്കുള്ളൂ എന്നവർ പ്രാർത്ഥിക്കുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകളും അല്ലാത്തവർക്കും ജന്മസിദ്ധമായി തന്നെ തങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു ചെറിയ ആഗ്രഹം എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് ചിലർ അമ്പലത്തിൽ പോകുന്നത്,
അതുകൊണ്ടാണ് മറ്റു ചിലർ മോസ്കിൽ പോകുന്നത്, അതുകൊണ്ടാണ് ചിലർ മക്കയിലും മദീനയിലും പോകുന്നത്, അതുകൊണ്ടാണ് ചിലർ പള്ളിയിൽ പോകുന്നത്. പ്രിയമുള്ളവരെ, അപ്പൊ വാസ്തവത്തില് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ സംഭവിച്ചത്, അവന് സമ്പൂർണമായും മരിച്ച് ദൈവം അവനിലേക്ക് ജീവൻ ഇഞ്ചക്ട് ചെയ്ത് അവനെ പുറത്തു കൊണ്ടുവന്ന പരിപാടി, ജീവനിലേക്ക് മടങ്ങി വരാൻ കഴിയാത്ത ഒരു അകൽച്ച ദൈവത്തിൽ നിന്ന് മനുഷ്യന് ഉണ്ടായി. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഇതാണ് വാസ്തവത്തില് ടോട്ടൽ ഡിപ്രാവിറ്റി എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ സമ്പൂർണമായി അവൻ എന്ത് ചെയ്തു? അവനുള്ള ദൈവതേജസ് അധപ്പതിച്ചുപോയി. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് അവൻ വീണുപോയി. ഇനി അവൻ എന്ത് ചെയ്യണം? ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹം അവന്റെ മനസ്സിലുണ്ടായാലും ദൈവത്തിങ്കിലേക്കും ദൈവത്തിന്റെ നിത്യജീവനിലേക്കും മനുഷ്യന് മടങ്ങി വരുവാൻ വെച്ചിരിക്കുന്ന വ്യവസ്ഥ നിവർത്തിച്ചാൽ മാത്രമേ മനുഷ്യന് ദൈവസ്ഥാനിൽ വരുവാനായിട്ട് സാധിക്കൂ. പ്രിയമുള്ളവരെ, വാസ്തവത്തില് അത് നമ്മൾ പഠിക്കുമ്പോൾ ഈ ടോട്ടൽ ഡിപ്രാവിറ്റി എന്ന് പറയുന്ന ഈ കാൽവിന്റെ ഉപദേശവും വേദപുസ്തകത്തിന്റെ ഉപദേശവുമായി യോജിച്ചു വരുന്നില്ല. പാപം ചെയ്തപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? ദ ഡിവൈൻ ഗ്ലോറി ഇൻ ഹിം വാസ് മാർഡ്. അതായത് അവനിലുണ്ടായിരുന്ന ദൈവത്തിന്റെ മഹത്വം അല്ലെങ്കിൽ തേജസ് അത് പ്രയോജനമില്ലാത്തൊരവസ്ഥയിലേക്ക് തരം താണുപോയി. ഇനി ആ പൂർവാവസ്ഥയിലേക്ക് വരുവാൻ ചെയ്യണം? ദൈവം അവനെ തേജസ് ധരിപ്പിക്കണം. അതിന് വാസ്തവത്തില് ദൈവം വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥയിൽ ഒന്നാണ് മനുഷ്യൻ ദൈവ ശബ്ദം കേട്ട് ദൈവത്തിങ്കിലേക്ക് വരിക എന്നാണ്. ദൈവ ശബ്ദം കേട്ട് ദൈവത്തിങ്കിലേക്ക് വരണം. അപ്പൊ ദൈവശബ്ദം കേട്ട് ദൈവത്തിങ്കിലേക്ക് വരണമെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം സുവിശേഷത്തിന്റെ ശബ്ദമാണ്. അതായത് മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം ചെയ്ത ദൈവിക രക്ഷാമാർഗമായ സുവിശേഷത്തിന്റെ ശബ്ദം മനുഷ്യൻ കേൾക്കണം. മരിച്ചവൻ മൃതാവസ്ഥയിൽ കിടക്കാതെ പിന്നെ എങ്ങനെ സുവിശേഷം കേൾക്കാൻ പറ്റും? അത് നിങ്ങൾ ആദ്യം പറ. കാൽവിൻ പറയുന്ന ഉപദേശം അനുസരിച്ച് പാപം ചെയ്തപ്പോൾ അവന് എന്നേക്കുമായി മരിച്ച് ജീവനില്ലാത്ത അവസ്ഥയിലേക്ക്, നിദ്രാവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇനി ദൈവം അവന്റെ സമ്മതമൊന്നും കൂടാതെ, അവനോട് ആലോചനയൊന്നും ചോദിക്കാതെ, അവന്റെ ഫ്രീ വില്ലൊന്നുമില്ലാതെ അവന് ദൈവം താൻ തന്നെ എന്ത് ചെയ്യുന്നു? തനിക്ക് ഇഷ്ടമുള്ളവരെ ജീവിപ്പിക്കുന്നു. ദൈവം താൻ തന്നെ തനിക്ക് ഇഷ്ടമുള്ളവരെ ജീവിപ്പിക്കുന്നു. ഇപ്പൊ വാസ്തവത്തിൽ ലോകത്തിലെ എല്ലാ മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ ലോകത്തിൽ ഏതെല്ലാം പാപികളുണ്ടോ അവരെല്ലാം വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുന്നുള്ള ദൈവവ്യവസ്ഥ മനുഷ്യൻ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. അപ്പൊ വാസ്തവത്തില് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേദപുസ്തകം ശരിയായി പഠിക്കണം. കാൽവിന് കേവലം 54 വയസ്സുവരെ ജീവിച്ചിരുന്ന ഒരു ഫ്രഞ്ച് ദൈവശാസ്ത്രജ്ഞനായിരുന്ന കാൽവിൻ വിഭാവനം ചെയ്ത ടോട്ടൽ ഡിപ്രൈവിറ്റി, അൺകണ്ടീഷണൽ ഇലക്ഷൻ, ലിമിറ്റഡ് അറ്റോൺമെന്റ്, ഇറസിസ്റ്റബിൾ ഗ്രേസ്, പെർസിവറൻസ് ഓഫ് സെയിൻസ്, ഈ ഉപദേശം കൊണ്ടാണോ വാസ്തവത്തിൽ വിശ്വാസികളായ ആളുകൾ തങ്ങളുടെ രക്ഷാശാസ്ത്രത്തെ പഠിക്കേണ്ടത്? നേരെ മറിച്ച് കാൽവിന്റെ ഉപദേശം കൊണ്ടല്ല, വിശുദ്ധ വേദപുസ്തകം രക്ഷയെക്കുറിച്ചെന്ന് പറയുന്നു, അതാണ് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നു പോയെങ്കിലും ദൈവത്തെ ഏതെങ്കിലും നിലയിൽ, അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് വിശ്വസിക്കാൻ കഴിയാത്ത ഒരാള്, അദ്ദേഹത്തിന് സുവിശേഷം കേൾക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം പറയുന്ന പ്രകാരം അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യരക്ഷങ്ങൾ ലോക സൃഷ്ടി മുതൽ സൃഷ്ടിക്ക് വെളിവായി വരുന്നു. അതല്ലേ 19-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുന്നത്? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസ്തുതമാക്കുന്നു. അപ്പൊ ആകാശത്തേക്ക് നോക്കിയാൽ ഈ അസംഖ്യ എണ്ണമറ്റ നക്ഷത്ര സമൂഹത്തെയും തിരധാര സുന്ദരമായ ബ്രഹ്മാണ്ടത്തെയും അതിന്റെ നടുവിൽ നിൽക്കുന്ന ഈ സൂര്യനെയും അതിന്റെ കിരണപ്രഭയെയും അതുപോലെ ചന്ദ്രനെയും മറ്റ് ഗോളങ്ങളെയും ഒക്കെ കാണുമ്പോൾ ഇതിന്റെ പിറകിൽ ഇതിനെയൊക്കെ ഈ നിലയിൽ നിയമിച്ച ഒരു ദൈവമുണ്ടെന്ന് ഒരു ദൈവശാസ്ത്രവും പഠിക്കാത്ത മനുഷ്യരും പ്രപഞ്ചത്തിലേക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെയാണ് സങ്കീർത്തനങ്ങൾ 8-ന്റെ 6 മുതൽ വാക്യങ്ങൾ വായിക്കുന്നത്. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രന്റെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടി. അതാണ് അവന്റെ നിത്യശക്തിയും ദിവ്യശക്തിയുമായി അവന്റെ അദൃശ്യങ്ങൾ. നമ്മൾ നിലത്ത് വിരിഞ്ഞു കിടക്കുന്ന സുന്ദരമായ പച്ചപ്പുല്ലിനെ നോക്കിയിട്ട് അതിന്റെ പച്ചിപ്പിന്റെ നിറത്തെ നമ്മളെ വാസ്തവത്തിൽ നമ്മെ അതിശയിപ്പിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഒരു തേയിലത്തോട്ടത്തിന് സമീപയാണ്. അപ്പൊ അതിന്റെ പച്ചിപ്പ് കണ്ട് നമ്മുടെ കൺകുളിരൊക്കെ അതിനെ കാണുമ്പോൾ
ഇതിന് ഈ ഹരിതാപ ശോഭ നൽകിയ ഒരാളുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് നാം എത്തിച്ചേരുകയാണ്. ഇത് മനുഷ്യന്റെ ജന്മസിദ്ധമായി മനസ്സിലാക്കാനുള്ള കഴിവാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ആളിനും ആത്മരക്ഷ പ്രാപിക്കാൻ ദൈവം ചെയ്യുന്ന വ്യവസ്ഥയാണ് പ്രകൃതിയിലൂടെ ദൈവം തന്നെക്കുറിച്ച് നൽകിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ. അപ്പൊ വാസ്തവത്തില് പ്രകൃതിയിലൂടെ തന്നെക്കുറിച്ച് ദൈവം നൽകിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ കണ്ടാലും ഈ പ്രകൃതിയിൽ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തുന്ന വെളിപ്പാടുകൾ കണ്ടും ഒരു ദൈവമുണ്ട് എന്നും ആ ദൈവം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടകാരകനാണെന്നും ആ ദൈവമാണ് മനുഷ്യന്റെ രക്ഷകരെന്നും വിശ്വസിക്കാൻ ഉള്ളൊരു പ്രൊവിഷൻ ദൈവം സകല മനുഷ്യനും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടോട്ടൽ ഡിപ്രാവിറ്റി, മനുഷ്യന്റെ സമ്പൂർണമായ അധപ്പതനത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് കാൽവിൻ പഠിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, അതായത് സമ്പൂർണമായി മനുഷ്യൻ അധപ്പതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ നീതിപ്രവൃത്തികൾ കൊണ്ടോ തന്റെ സ്വപരിശ്രമം കൊണ്ടോ മനുഷ്യൻ ആത്മരക്ഷ പ്രാപിക്കാൻ കഴിയാത്ത വിധം അവൻ എന്ത് ചെയ്തു? ദൈവദേശത്തിൽ നിന്ന് വീഴ്ച ഭവിച്ചവനായി മാറി. അപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ നേരിയ തരിയെങ്കിലും, വാസ്തവത്തിലെ ഒരു നേരിയ പ്രകാശമെങ്കിലും അവന്റെ ഉള്ളത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഒരു ദൈവം എന്നുള്ള താല്പര്യം അവന്റെ മനസ്സിലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പാപി സുവിശേഷം കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രസംഗൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ആ പ്രസംഗം കേൾക്കാനുള്ള ആകാംക്ഷ ഒരു പാപിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. ഇവിടെ കാൽവിൻ പഠിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ അവന് സുവിശേഷവും കേൾക്കണ്ട, പിന്നെ അവന് രക്ഷിക്കപ്പെടുകയും വേണ്ട, അവൻ മാനസാന്തരപ്പെടുകയും വേണ്ട, അവന്റെ സ്വതന്ത്രമായ ഇച്ഛാശക്തി ക്രൂശിങ്ങിലേക്ക് അത് പ്രായോഗമാക്കാൻ ഉത്സാഹിക്കുകയും വേണ്ട. ദൈവം അവനെ എന്ത് ചെയ്തോളും? ആരെയൊക്കെ രക്ഷിക്കണമെന്ന് ദൈവം തമ്പുരാൻ മുൻപ് കൂട്ടി നിത്യതയിൽ തീരുമാനിച്ചിട്ടുണ്ടോ അവരിലേക്ക് ദൈവം തന്നെ നിത്യജീവനെ ഇഞ്ചക്ട് ചെയ്ത് അവരെ ഉയർപ്പിക്കും. അവർക്ക് വേണ്ടിയുള്ളതാണ് സ്വർഗം. ഇതാണ് ഈ കാൽവിന്റെ ടീച്ചിങ്ങിന്റെ സാരം എന്ന് പറയുന്നത്. അപ്പൊ വാസ്തവത്തിൽ അങ്ങനെയാണോ? ദൈവം തന്റെ സർവാധികാരികതയിൽ ആരെയൊക്കെ രക്ഷിക്കണമെന്ന് ലോകസ്ഥാപനം മുമ്പ് ദൈവം തീരുമാനിച്ചോ അങ്ങനെയുള്ളവരെ ദൈവം രക്ഷിക്കാൻ തീരുമാനിച്ചു. അല്ലാത്തവരെ ദൈവം തമ്പുരാൻ നരകത്തിലേക്ക് തള്ളിയിടാനും തീരുമാനിച്ചു. ഞാന് സ്വേച്ഛാധികാരിയായിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല വിശ്വസിക്കുന്നത്. കരുണാസമ്പന്നനും സകല മാനവജാതിയോടും വാത്സല്യം കാണിക്കുന്നവനും അതുപോലെ തന്നെ ദൈവസന്നിധിയില് എല്ലാ മനുഷ്യനെയും സ്നേഹിക്കുന്നവനും എല്ലാവർക്കും നിത്യജീവനെ നൽകുവാൻ ആഗ്രഹിക്കുന്നവനുമായ കരുണാവാരിധിയായ ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ആ ദൈവത്തിന്റെ മഹാസ്നേഹമാണ് കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവം ലോകത്തിനെ ഈ കാൽവരിയിൽ പ്രദർശിപ്പിച്ചത്. അതുകൊണ്ട് കാൽവിന്റെ ടോട്ടൽ ഡിപ്രാവിറ്റി എന്ന് പറയുന്ന ഈ ഉപദേശത്തിൽ അദ്ദേഹം വിഭാവന ചെയ്യുന്ന ആ നിർവചനവും വിശുദ്ധ വേദപുസ്തകവും പറയുന്ന നിർവചനവും തമ്മിൽ അജഗജ അന്തരമുണ്ട് എന്നുള്ള സത്യം പ്രഥമത സൂചിപ്പിച്ചുകൊണ്ട് ടുലീപ്പ് എന്ന് പറയുന്ന ഈ വിപരീത ഉപദേശത്തിന്റെ ആദ്യത്തെ അക്ഷരം യാതൊന്നിനു വേണ്ടി നിലകൊള്ളുന്നുവോ ആ യാഥാർത്ഥ്യത്തിന്റെ വീഡിയോ ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കുന്നു. ഇതിന്റെ ശിഷ്ടമുള്ള ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ ഞാൻ സംയോജിതമായി പറഞ്ഞ് ഇടുന്നതാണ്. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല വചനം എന്ന ഫേസ്ബുക്ക് പേജ് ഇതുവരെയും സബ്സ്ക്രൈബ് ഇല്ലാത്ത ആളുകൾ ദയവായി ആ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ പരമ്പരകൾ, ഈ പഠന പരമ്പര നിശ്ചയമായും വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് കേൾക്കുവാൻ സാധിക്കും. ദൈവത്തിന്റെ നാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.